പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ കേരളത്തിലെ ശക്തമായ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അടിക്കടി വളർന്ന് അത് അധികാരത്തിലേക്ക് വരെ എത്തുന്ന നിലയിലേക്കൊക്കെ വളരുന്നു, വികസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു നറേറ്റീവ് നമ്മളിങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റ് കിട്ടിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു MPയെ ലഭിച്ചു. BJPക്ക് ഇതിനു മുമ്പൊക്കെ ലഭിച്ചിരുന്നത് രാജ്യസഭാംഗത്വമായിരുന്നു. സുരേഷ് ഗോപി ആകട്ടെ, അല്ലെങ്കിൽ O രാജഗോപാലാവട്ടെ, PT ഉഷ, അവരൊക്കെ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗങ്ങളായിട്ടാണ് ഡൽഹിയിലേക്ക് വിമാനം കയറിയതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു 75,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതോടെ BJP വലിയൊരു ശക്തിയായി കേരളത്തിൽ വളരാൻ പോകുന്നു എന്നുള്ളൊരു നറേറ്റീവിന് കൂടുതൽ ശക്തി കിട്ടി. കാരണം വെച്ചാൽ ചെറിയ വിജയമൊന്നുമല്ല നേടിയത്. ഇങ്ങനെ 2016 മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. നേമത്തുനിന്ന് 2016 ആണോ 2011 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. നേമത്തുനിന്ന് O രാജഗോപാൽ ജയിച്ചിരുന്നു, ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, വലിയ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പറഞ്ഞാൽ ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ നിന്നാണ് ഈ വലിയ വിജയം സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അപ്പോൾ അതോടുകൂടി BJP എന്തോ വലിയ തോതിൽ അങ്ങ് വളർന്ന് കയറാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള സംസാരങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു. 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 19% വോട്ട് ലഭിച്ചു. പല മണ്ഡലങ്ങളിലും, തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പല വടക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലുമൊക്കെ BJP വലിയ മുന്നേറ്റം അവർ കാണിച്ചു. ആലപ്പുഴ, അവിടെയൊക്കെ തന്നെ വലിയ മുന്നേറ്റം കാണിച്ചു. അപ്പോൾ സ്വാഭാവികമായും BJP വലിയ തോതിൽ വളരാൻ പോകുന്നു. ഹിന്ദുക്കളുടെ നല്ല ശതമാനം വോട്ട് അവർ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ക്രിസ്ത്യൻ മതസമുദായത്തിലേക്ക് അവർ വലിയ കടന്നുകയറ്റം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ബിഷപ്പന്മാരും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അവിടെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിലേക്ക് ഒരു വലിയ കടന്നുകയറ്റം നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു പൊതുധാരണ കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച 19% വോട്ടായി. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ പച്ച തൊടില്ല എന്ന് കാര്യകാരണ സഹിതം വാദിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ച തൊടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യത BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് 2026 ഇല്ല എന്ന് വാദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2024 19% വോട്ട്, വലിയ മുന്നേറ്റം. ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം അവർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 25% വോട്ടും 10,000 വാർഡും എന്നുള്ള മുദ്രാവാക്യവുമായി അമിത്ഷാ രംഗത്ത് വന്നു. അദ്ദേഹം തൃശ്ശൂർ എവിടെ കണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ് 25% വോട്ടും 10,000 വാർഡും. അപ്പോൾ 25% വോട്ടും 10,000 വാർഡും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കിട്ടിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു 30% വോട്ടും വേണമെങ്കിൽ അധികാരത്തിലേക്ക് വരാമെന്നുള്ള നിലയിലൊക്കെയുള്ള ഒരു ചിത്രം വരയ്ക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ 25% വോട്ടും 10,000 വാർഡും എന്ന് അമിത്ഷാ ഇവിടെ വന്ന് പറഞ്ഞു. എന്തായാലും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ വമ്പൻ ശ്രമങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടന്നു. വ്യാപകമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി, തർക്കവിതർക്കങ്ങളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി.
തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മുതലായിട്ടുള്ള ജില്ലകളിൽ വ്യാപകമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ഏതാണ്ട് 2000-നടുത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഈ ക്രിസ്ത്യൻ ജില്ലകളിൽ നിർത്തി. പൈസയ്ക്ക് പിന്നെ കുറവൊന്നുമില്ലല്ലോ. ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലവഴിക്കുന്ന പോലത്തെ പൈസയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചത്. വലിയ തോതിലുള്ള പ്രചരണം നടത്തി. റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? റിസൾട്ട് വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. 35 കൗൺസിലർമാരുണ്ടായിരുന്നു, ഇപ്പോൾ 50-51 കൗൺസിലർമാരിലേക്ക് വന്നു. പല കോർപ്പറേഷനുകളിലും സാന്നിധ്യം മെച്ചപ്പെടുത്തി. തൃശ്ശൂരിൽ സാന്നിധ്യം മെച്ചപ്പെടുത്തി, കോഴിക്കോട് സാന്നിധ്യം മെച്ചപ്പെടുത്തി, കണ്ണൂർ സാന്നിധ്യം മെച്ചപ്പെടുത്തി. അങ്ങനെയൊക്കെ ചില മെച്ചപ്പെടുത്തലുകളൊക്കെ നടന്നു. പക്ഷെ അങ്ങനെയുള്ള ചില മെച്ചപ്പെടുത്തലുകൾ നടന്നതല്ലാതെ യഥാർത്ഥത്തിൽ BJP പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി താഴോട്ട് വീഴുകയാണ്. അത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് വിശദമായി അത് പറഞ്ഞു. 2020 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5000 വാർഡിലോ മറ്റോ ഉണ്ടായിരുന്നു. അതാണ് 10000 വാർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ പണമൊക്കെ ചിലവഴിച്ച് ശ്രമിച്ചത്. എന്നാൽ അത് ഏതാണ്ട് 2000 വാർഡിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇപ്പോൾ സംഭവിച്ചത്. 5000 ഉണ്ടായിരുന്നു, അത് 10000 ആക്കാൻ ശ്രമിച്ചു. എന്നാൽ 2000-ലേക്ക് കൂപ്പുകുത്തി. മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലൊന്നും ഇങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. ആകെ 126 പഞ്ചായത്തിലാണ് ഭരണം കിട്ടിയത്. അതായത് 1000-ഓളം പഞ്ചായത്തുള്ളതിൽ 22 പഞ്ചായത്തിൽ നിന്ന് 26 പഞ്ചായത്തിലേക്ക് വളർന്നു. 4 പഞ്ചായത്ത് കൂടി, 1000 ഉള്ളതിൽ 4 കൂടി. പാലക്കാട് കട്ടിച്ച് ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കട്ടിച്ച് തവണ ഭൂരിപക്ഷം കിട്ടി. പന്തളം പഞ്ചായത്ത് BJPയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളർന്നത് താഴോട്ടാണ്. 5000-ൽ നിന്ന് 10000-ലേക്ക് വരാനിരുന്നു. പക്ഷേ 5000-ൽ നിന്ന് ശരിക്കും 2000-ലേക്ക് പോയി. യഥാർത്ഥത്തിൽ 10000 പ്രതീക്ഷിച്ചെടുത്ത് 2000-ലേക്ക് പോയി. സുഹൃത്തുക്കൾ, ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കണക്ക് ഇത്തവണ പുറത്തു വന്നതാണ്. അത് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് തന്നെ വന്നതാണ്. അതായത് 1969 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയെടുത്ത് 25 പേരാണ് ജയിച്ചത്. പുറത്തോണം 1969 സ്ഥാനാർത്ഥികളെ നിർത്തിയെടുത്ത് 25 പേർ ജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 5 ജില്ലകളിലായിട്ടാണ് പ്രധാനമായിട്ടും 2000-ഓളം സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ 25 പേരാണ് ജയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ BJP തീർന്നേ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ BJP ഡെസിമേറ്റ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് എത്രയോ ശതമാനം വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്, അതെല്ലാം പോയി. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം പരിപൂർണമായി UDF-ലേക്ക് തിരിച്ചു വന്നു. അത് LDF-ലേക്കും പോയില്ല, UDF-ലേക്ക് തിരിച്ചു പോകുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഇനി ക്രിസ്ത്യൻ സമുദായങ്ങളെ BJP ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കേണ്ടതില്ല. അത് ഏതാണ്ട് പൂർണ്ണമായി തീർന്നു. ആ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ നമുക്കറിയാലോ, ഒന്നും കിട്ടാനില്ല. 29% ഉണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ. അവരുടെ നിന്ന് ഒരു വോട്ട് പോലും BJP നിയമസഭയിൽ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ക്രിസ്ത്യാനികളുടേത് ഉള്ളത് മുഴുവൻ പോയി, മുസ്ലിങ്ങളുടേതൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഉള്ളത് ഹിന്ദുക്കളുടേതാണ്. അതൊരു 40-45% വോട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഒരു 15-15 അല്ലെങ്കിൽ 19 വരെയുള്ള ശതമാനത്തിൽ ഒരു 16% വോട്ടൊക്കെ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെയാണ് BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത്. അതുകൊണ്ടാണ് BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. BJPക്ക് ആകെപ്പാടെ ലഭിക്കുന്ന വോട്ട് ഹിന്ദു വോട്ടാണല്ലോ. ആ ഹിന്ദു വോട്ടിൽ നല്ലൊരു ശതമാനം UDF-ലേക്ക് തിരിച്ചു വന്നു എന്ന് BJPക്കാരൻ കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് UDF-ന്റെ ഹിന്ദു വോട്ട്, CPM-ന്റെ ഹിന്ദു വോട്ട് ഇതെല്ലാം പിടിച്ചെന്തോ വലിയ തോതിൽ ഇങ്ങനെ വലിയ ബലൂൺ വീർക്കുന്ന പോലെ വീർക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത് ഹിന്ദു വോട്ടിൽ, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടിൽ നല്ല പങ്ക് UDF-ലേക്ക് വന്നു എന്നാണ്. UDF-ലേക്ക് വന്നു എന്നാണ്. അവർ LDF-ൽ നിന്ന് വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. LDF-ൽ നിന്നും അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് ലഭിച്ചു. ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലൊക്കെ 2024-ൽ LDF-ൽ നിന്ന് വലിയ തോതിൽ വോട്ട് BJP-യിലേക്ക് വന്നിരുന്നു.
എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് എന്താ? LDF നിന്ന് BJPയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഹിന്ദു വോട്ടിൽ നല്ല പങ്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ UDFയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കാണുന്നത്. CPMന്റെ കുറേ വോട്ട് പലയിടത്തും കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ പോലുള്ള ജില്ലകളിൽ BJPക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് LDFയിൽ നിന്ന് വന്ന നല്ല പങ്ക് ഹിന്ദു വോട്ടുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFയിലേക്ക് തിരിച്ചു പോയി എന്നത് കാണുന്നുണ്ടെങ്കിൽ BJP നേതാക്കന്മാർ കാണണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഹിന്ദു വോട്ട് 2026 പോളറൈസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയായിരിക്കും. അപ്പോൾ ശബരിമലയിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് എന്താ? 6 ആഴ്ചയും കൂടെ സമയം കൊടുത്തിരിക്കുകയാണ് SITക്ക്. അപ്പോൾ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരും. ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയായിരിക്കും. ശബരിമല പെരുങ്കൊള്ളയായിരിക്കും. ഞാൻ BJP നേതാക്കന്മാരുടെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP അല്ല, മറിച്ച് UDF ആയിരിക്കും. UDF ആയിരിക്കും നേട്ടം ഉണ്ടാക്കാൻ പോവുക. 2019 BJPയുടെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരം നടത്തിയിരുന്ന BJP ആണ്. എന്നിട്ട് നേട്ടം മുഴുവൻ UDF കൊണ്ടുപോയി. എന്നാൽ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു സമരവും BJP ഇതുവരെ നടത്തിയിട്ടില്ല. ശബരിമല പെരുങ്കൊള്ളയുമായി BJP ഒരു സമരം നടത്തിയിട്ടില്ല, UDFും വലിയ ഒരു സമരം നടത്തിയിട്ടില്ല. എന്നിട്ടും ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFിനെതിരായിട്ടുള്ള വികാരത്തിൻ്റെ ഗുണം മുഴുവൻ ഉണ്ടാക്കിയത് UDF ആണ്. അത് BJPക്കാരൻ കാണാതിരിക്കരുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കിയത് മുഴുവൻ UDF ആണ്. അവർ പ്രചരണം നടത്തിയിട്ടൊന്നുമല്ല. പക്ഷേ ജനങ്ങൾ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFിനോടുള്ള എതിർപ്പ്, രോഷം, പ്രതിഷേധം അത് UDFന് വോട്ടാക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് BJPക്കാരന് കണ്ണുണ്ടെങ്കിൽ കാണണം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ശബരിമല പെരുങ്കൊള്ളയായിരിക്കും. ആ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേട്ടം, ഗുണം, മെച്ചം ഉണ്ടാക്കാൻ പോകുന്നത് BJP ആയിരിക്കില്ല, അത് UDF ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഹിന്ദു വോട്ട് അടുത്ത തവണ UDFയിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, UDFയിലേക്ക് ധ്രുവീകരിക്കും. BJPയിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന ഹിന്ദു വോട്ട് UDFയിലേക്ക് പോകും. ഇനി LDFയിൽ നിന്ന് വിഘടിക്കാൻ പോകുന്ന ഹിന്ദു വോട്ടും UDFയിലേക്ക് പോകും. യാതൊരു സംശയവും വേണ്ട, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല. ഇനി മുസ്ലിങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ തന്നെ കിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ഹിന്ദു വോട്ട് പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി UDFയിലേക്ക് പോകും എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഈ 2 സീറ്റിൻ്റെ കണക്കുകൂട്ടൽ പോലും അബദ്ധ പഞ്ചാംഗമായി മാറും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ അവസാനമായി ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2 സീറ്റിൽ നേട്ടമുണ്ടെന്നാണ് പറയുന്നത്. നിയമവും വട്ടിയൂർക്കാവും. കഴക്കൂട്ടം അപ്പോഴും ഇല്ല. അപ്പോൾ 2 സീറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ 2 സീറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഹിന്ദുക്കൾ പോലും വോട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്ക് 2 സീറ്റേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അധികാരം കിട്ടില്ല. അധികാരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 69 സീറ്റും കൂടെ വേണം. ജയിക്കാൻ സാധ്യതയുള്ള മുന്നണി UDF അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾ നോക്കുമ്പോഴത്തേക്കും BJPക്ക് 2 സീറ്റ് കിട്ടാൻ വേണ്ടി BJPക്ക് വോട്ട് ചെയ്യുന്ന എന്തിന്? ഹിന്ദുക്കൾക്ക് ജയിക്കുന്ന ഒരു മുന്നണിക്ക് വോട്ട് ചെയ്തുകൂടെ? ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാം, ശബരിമലയുടെ താല്പര്യം സംരക്ഷിക്കാം എന്നൊക്കെ പറയുന്ന UDF അല്ലേ, അവർക്ക് വോട്ട് ചെയ്തുകൂടെ? അപ്പോൾ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടു, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആന്റണി രാജു അയോഗ്യനായി പോയതുകൊണ്ട് അവിടെ BJPക്ക് എന്തോ മലമറിക്കാൻ പോകുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരം സെൻട്രലിൽ BJPക്ക് കഴിഞ്ഞ അവിടെ കുറേ വോട്ടൊക്കെ കിട്ടി. അപ്പോൾ എന്തോ കരമന ജയൻ എന്തോ മത്സരിക്കുക, ഏത് ജയം മത്സരിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരം സെൻട്രലിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. തിരുവനന്തപുരം സെൻട്രലിലെ പ്രധാനപ്പെട്ട മതവിഭാഗം എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കരാണ്. അവർ എൻ ബ്ലോക്കായിട്ട് ഇത്തവണ UDFന് വോട്ട് ചെയ്യും. അവിടെ കുറേ ഹിന്ദുക്കളുണ്ടെങ്കിൽ ആ ഹിന്ദുക്കളും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്ത് ഒരുപോലെ ഇത്തവണ UDFയിലേക്ക് വരും. അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ ഒന്നും കണ്ടിട്ട് മനപ്പായസം ഉണ്ണാൻ BJP ശ്രമിക്കേണ്ട. നേമത്ത് നല്ലൊരു സ്ഥാനാർത്ഥി, നേമത്തും വട്ടിയൂർക്കാവിലും നല്ല സ്ഥാനാർത്ഥികളെയാണ് UDF നിർത്തുന്നതെങ്കിൽ
നല്ല സ്ഥാനാർത്ഥികളെയാണ് UDF അവിടെയൊക്കെ നിർത്തുന്നെങ്കിൽ അവിടെയും ജയിച്ചു വരും. ഇപ്പോൾ ഫലത്തിൽ BJPയുടെ ഒരു വാട്ടർ ലൂ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതാണ് വസ്തുത. ഇത് BJPയോടുള്ള പ്രത്യേക എന്തെങ്കിലും വിരോധമോ ഒന്നും കൊണ്ട് പറയുന്നതല്ല. വോട്ടിൻ്റെ കണക്ക് നോക്കിയാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണം നമ്മൾ പരിശോധിച്ചാലും BJP 2026 തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യത്തിലേക്ക് എത്തിയാൽ പോലും സംശയമൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തൊക്കെ ചിലപ്പോൾ വന്നെന്നൊക്കെ ഇരിക്കാം. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ, അതിന് മുകളിലേക്കൊന്നും പോവില്ല. ആലപ്പുഴയിൽ കിട്ടിയ വലിയ തോതിലുള്ള ഹിന്ദു വോട്ടും ഒക്കെ UDFിലേക്ക് ഇത്തവണ തിരിച്ചു പോകും. അതിൻ്റെ സൂചന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് വലിയ മനപ്പായസം ഉണ്ണാനും മനക്കോട്ട കെട്ടാനും BJP നേതൃത്വം തയ്യാറാവരുത്. വലിയൊരു വമ്പൻ പരാജയത്തിന് 2026 BJP തയ്യാറാവണം എന്നാണ് എനിക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ ധ്രുവീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലും കേരളത്തിൽ 2026 ചർച്ച ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വിഷയമാണ്.